കർത്താവിന് വേണ്ടി എന്തെങ്കിലും പരമാർത്ഥതയോടുകൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യർ അതിനെക്കുറിച്ച് നിന്ദിച്ചേക്കും, അപമാനിച്ചേക്കും, അല്ലെങ്കിൽ പരിഹസിച്ചേക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ പേക്കൂത്ത് കാഴ്ചയായി അവതരിപ്പിക്കും. ഭയപ്പെടരുത്. ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത് ശുദ്ധ മനസാക്ഷിയോടുകൂടി ദൈവത്തിങ്കിൽ നല്ല പ്രവൃത്തികളെ ചെയ്യുന്നവരെ ആരെയും ദൈവം മറന്നു കളയുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അതിന് ഒരു ഉദാഹരണം തരികയാണ്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ വായിച്ചു നോക്കുമ്പോൾ യേശു ശിമോൻ എന്ന് പറയുന്നതായ ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിൽ ഭക്ഷണത്തിനായി പോയി. അവിടെ ഭക്ഷണത്തിന് വേണ്ടി പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ആ സ്ത്രീ ആരാണെന്ന് നിഷ്കർഷിച്ചിട്ടില്ല. ഒരു സ്ത്രീ, എന്തായാലും അവൾ സാധാരണക്കാരിയായ ഒരു സ്ത്രീ അല്ല, അവൾ ഒരു ധനികയായ സ്ത്രീ ആയിരിക്കണം. ഒരു വെൺകൽ ഭരണി സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ടുവന്ന് ആ ഭരണി പൊട്ടിച്ച് കർത്താവിന്റെ തലയിൽ ഒഴിച്ചു. നമുക്കറിയാം, യഹൂദന്മാരുടെ ഇടയിൽ സമ്പന്നർ മാത്രം വാങ്ങിക്കുന്നതായ ഒരു തൈലമാണ് സ്വച്ഛ ജഡമാംസി തൈലം. അത് ഏതാണ്ട് ഒരു കുപ്പിക്കകത്ത് 25 ഗ്രാംസ് അല്ലെങ്കിൽ 20 ഗ്രാം, ചില തുള്ളികൾ മാത്രമേ കാണുന്നു. വളരെ വിലയേറിയതായ ചില തുള്ളികൾ മാത്രം ഒതുങ്ങുന്ന ഒരു തൈലമാണത്. എന്നാൽ അതിന് വലിയ മനോഹരമായ ഒരു ആഭരണം, വെൺകൽ ആഭരണം കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആ ഭരണി തല്ലി പൊട്ടിച്ചിട്ടാണ് ഒരു മനുഷ്യന്റെ തലയിൽ ഒഴിക്കുന്നത്. അത് അവരുടെ കഷ്ടമാണ്. ആ കണ്ടെയ്നർ പിന്നെ റീയൂസ് ചെയ്യാൻ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനത്തെ ഒരു വിലയേറിയതായ ഒരു സമ്പാദ്യമാണ് ഒരു വെൺകൽ ഭരണി. അത് സമ്പന്നർ മാത്രം അവരുടെ ഭവനങ്ങളിൽ ബഹുമാന്യരായിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിഥികളെ ബഹുമാനിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ യേശുവിന്റെ തലയിൽ ഈ സ്ത്രീ ഈ വെൺകൽ ഭരണിയിലെ തൈലം ഒഴിക്കുന്നത് കണ്ടപ്പോൾ അത് അവിടെ എഴുതിയിരിക്കുന്നതായ വചനം, അത് അവിടെ ചിലർ അത് കണ്ടിട്ട്, ആ ചിലരെ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ശിഷ്യന്മാരാണെന്നാണ് വായിക്കുന്നതെങ്കിൽ ഇവിടെ മർക്കോസ് എഴുതിയിരിക്കുന്നത് ചിലർ അത് കണ്ടിട്ട് പെട്ടെന്ന് വിമർശനവുമായി വന്നു. അയ്യോ, ഇത്രയും വലിയൊരു വെൺകൽ ഭരണി, വിലയേറിയ വെൺകൽ ഭരണിയിലെ ഈ സ്വച്ഛ ജഡമാംസി തൈലം എന്തിനു വെറുതെ ചെലവഴിച്ചു? ഗുരുവിന്റെ തലയിൽ ഒഴിച്ച് കളയുവാനുള്ളതാണോ ഇത്? ഇത് വിറ്റാൽ എന്ത് വില കിട്ടുന്നതാണ്? ഭയങ്കര വിലയ്ക്ക്, ബ്ലാക്കിൽ വില വിൽക്കുക. അത് സാധാരണ അത് ഓപ്പൺ മാർക്കറ്റിൽ എങ്ങും കിട്ടത്തില്ല. അത് ബ്ലാക്കിൽ വരെ കച്ചവടം ചെയ്യും. അങ്ങനെ ബ്ലാക്കിൽ കച്ചവടം ചെയ്താൽ എത്ര വലിയൊരു എമൗണ്ടിന്റെ ഒരു ഇത് കിട്ടുന്നതാണ്. അത് ദരിദ്രർക്ക് കൊടുത്തുകൂടെ? എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാര്യം പറയാൻ നമ്മൾ പ്രത്യേകം അറിയേണ്ടതുണ്ട്. ഇങ്ങനെ ദൈവത്തിന്റെ നാമത്തിൽ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി സൽപ്രവൃത്തികൾ ചെയ്യുന്നവരെ വിമർശിച്ചുകൊണ്ട് ദരിദ്രരുടെ പേര് പറഞ്ഞ് ചിലരൊക്കെ ചില കാര്യങ്ങൾ പറയുമല്ലോ. ഇവരുടെ ജീവിതത്തിൽ ഒരു ദരിദ്രർക്ക് പച്ചവെള്ളം കൊടുക്കുന്ന മനുഷ്യരല്ല. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. എന്നാൽ ഒരു മനുഷ്യൻ ഒരു നന്മ, ഒരു ദരിദ്രരെ സഹായിക്കുകയോ കർത്താവിന്റെ നാമത്തിൽ ഒരു എന്തെങ്കിലും അവരാലാകുന്ന നന്മകളൊക്കെ ചെയ്യുകയോ, ഒരു സുവിശേഷം പറയുകയോ, ഒരു വചനം പറയുകയോ, മറ്റുള്ളതൊക്കെ ഒരുത്തനെ നല്ല മാർഗത്തിലേക്ക് നയിക്കുകയോ, കർത്താവിനെ ബഹുമാനിക്കുകയോ, കർത്താവിന്റെ നാമത്തിൽ ഒരു നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അവിടെ വിമർശനവുമായിട്ട് വരുന്നവർ സമൂഹ ദ്രോഹികളാണ്. അവരെ ലോകത്തിൽ വിശ്വസിക്കാനൊക്കത്തില്ല. അങ്ങനെയുള്ളവർ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിലും നമ്മളോട് കൂടെ നടക്കുന്നവരും ഒക്കെ കാണും. നമ്മോടൊപ്പം ചേർന്ന് സംസാരിക്കുന്നവരായിരിക്കും, ചിരിക്കുന്നവരായിരിക്കാം, തമാശ പറയുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെങ്കിൽ അവർ ദൈവത്തോട് ശത്രുതയുള്ളവരാണ്. ആർക്കും അവരെ വിശ്വസിക്കാൻ കഴിയത്തില്ല. അവരിൽ ഒരു ദരിദ്രരെ സഹായിക്കുന്ന മനസ്സ് അവരിൽ അങ്ങ് ഉണർന്നു. യേശു എന്താണ് പറയുന്നത് അറിയാം? ഇവളെ വിടുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലയോ ചെയ്തത്? അപ്പോൾ കർത്താവിങ്കിൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ കർത്താവ് തിരിച്ചറിയുന്നു. മനുഷ്യർക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല. മനുഷ്യരിലെ വിമർശന സ്വഭാവം, അസൂയാവഹമായ അവരെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യം ഒരു മനുഷ്യൻ വേറൊരുവൻ ചെയ്യുന്നത് കാണുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും അപമാനിച്ച് കീഴോട്ട് തള്ളിക്കളയും. ഇതൊരു മാനുഷിക സ്വഭാവം. എല്ലാ തലങ്ങളിലും, എല്ലാ സമൂഹങ്ങളിലും, എല്ലാ സംഘടനകളിലും, എല്ലാ മതങ്ങളിലും ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ ഉപദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉള്ളതായ ഒരു പൈശാചിക സ്വഭാവത്തിൽ നിന്ന് മനുഷ്യൻ വിടുതൽ പ്രാപിക്കണം. ദൈവത്തിന്റെ നാമത്തിൽ ഒരുവൻ നല്ല പ്രവൃത്തി, കർത്താവിങ്കിൽ നല്ല പ്രവൃത്തികളെ ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കുവാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാകണം.
മറ്റുള്ളവരുടെ സൽപ്രവൃത്തികൾ കണ്ട് സന്തോഷിക്കുന്ന ഒരു അനുഭവം. നോക്കൂ, നമ്മൾ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ ചിലർ എന്ന് പറഞ്ഞതിൽ ഒരുവൻ ഞാനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അവരോട് ദൈവത്തിന്റെ വചനം കർത്താവ് പറയുന്നത് കേൾക്കുക. സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കുന്ന കാലത്തൊക്കെയും അവളെ പ്രശംസിച്ച് സംസാരിക്കും, അവളുടെ ഓർമ്മയ്ക്കായി. ഒരു പക്ഷെങ്കിൽ ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നതും ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയായിരിക്കാം. അതുപോലെ നിവൃത്തി എന്നോണമാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണെന്ന് അറിയോ? സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കുന്നിടത്തൊക്കെയും ഇവളെ കുറിച്ചും ബഹുമാനമായിട്ട് സംസാരിക്കും. കാരണം ദൈവം തിരിച്ചറിയുന്നു അവരുടെ ഹൃദയം. നോക്കൂ, ഇത്ര വിലയേറിയ ഒരു ഭരണി സ്വച്ഛജലമാംസി തൈലം, അത് റീയൂസ് ചെയ്യാനൊക്കാത്തതായ ഒരു കണ്ടെയ്നർ അവിടെ വെച്ച് പൊട്ടിച്ച് മുഴുവനായി അർപ്പിക്കുന്നതായ കർത്താവിന് വേണ്ടി അതിൽ കൂടുതൽ അവൾക്കൊന്നും ചെയ്യുവാനില്ല. അത്രയ്ക്ക് അർപ്പിതമായിട്ടുള്ള ഒരു അർപ്പണബോധം അവിടെ ചെലുത്തുന്നത് കണ്ട് കർത്താവ് വളരെ അവളെ അപ്രീസിയേറ്റ് ചെയ്യുകയാണ്. എന്റെ മരണത്തിനുള്ളത് അവൾ തന്റെ പ്രവൃത്തിയാൽ സൂചകമായി ഇത് ചെയ്തിരിക്കുന്നു എന്ന് ലോകത്തോട് കർത്താവ് വിളിച്ചു പറയുകയാണ്. കർത്താവിനെ കുറിച്ച് സംസാരിക്കുവാൻ, കർത്താവിന്റെ നാമത്തിൽ ചെയ്യുവാൻ ആരെങ്കിലും എന്തെങ്കിലും ആംഗ്യത്താലോ ശാഠ്യത്താലോ അല്ല. ഒരു കൂട്ടം ശിഷ്യന്മാർ വന്ന് കർത്താവിനെ കുറിച്ച് പല കാര്യങ്ങൾ, കർത്താവിന്റെ നാമത്തിൽ പല പ്രവൃത്തികൾ ചെയ്യുന്നത് കണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഗുരു, ഞങ്ങൾ അവനെ വിരോധിക്കട്ടോ, അവനെ വിലക്കട്ടോ എന്ന് കർത്താവിനോട് ചോദിച്ച ഉടനെ കർത്താവ് പറഞ്ഞത് നോ. എന്താണെന്ന് ചോദിച്ചാൽ, അവർ നമുക്ക് ശത്രുക്കളല്ല, അവർ നമുക്ക് മിത്രങ്ങളല്ലേ, നമുക്ക് ദോഷമായിട്ട് അവർ ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്നെ കുറിച്ച് ദോഷമായിട്ടല്ലല്ലോ അവർ പറയുന്നത്, എന്നെ കുറിച്ച് സത്യമല്ലേ പറയുന്നത്, നമ്മൾ അവരെ വിലക്കുവാൻ പോകണ്ട. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആംഗ്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ ഏതൊരു സഭയായിക്കോട്ടെ, ഇന്ന സഭയെന്നില്ല, ഇന്ന സമൂഹമെന്നില്ല, ഇന്ന സംഘടനയെന്നില്ല, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഏതൊരു വ്യക്തിയും എവിടെയും എന്തും ചെയ്തതിനെ സ്വർഗം വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾക്ക് അതിന് ഒരുപാട് നിർവചനം, നമ്മുടെ സഭയിൽ ചേരുന്നില്ല, നമ്മുടെ ഉപദേശത്തിന് വിരോധം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് എതിരാണ്, ഇതെല്ലാം നമ്മൾ വിടുക. കർത്താവിലേക്ക് ഒരുവൻ ചെയ്യുന്നത് അവന്റെ ദർശനത്തിനനുസരിച്ചായിരിക്കാം. ദൈവം വാസ്തവമായിട്ട് നോക്കുന്ന ഒരിക്കൽ ഒരു ദൈവദാസൻ പ്രസംഗിക്കുകയുണ്ടായി. വാസ്തവമായിട്ട് ഒരു ശുദ്ധ മനസാക്ഷിയോടുകൂടെ കർത്താവിനെ അനുഗമിക്കുവാൻ, പ്രസംഗിക്കുവാൻ, സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ തീരുമാനിക്കുന്ന വ്യക്തിയെ അവൻ ഏത് സംഘടനയിൽ നിന്നിരുന്നാലും ഒരു ദിവസം ദൈവം അവനെ യഥാർത്ഥമായ പാതയിലേക്ക് കൊണ്ടുവരും. യെസ്, അതാണ് കർത്താവ്. അങ്ങനെയുള്ളവരെ കർത്താവ് നോക്കുന്നുണ്ട്. നമ്മളാൽ ചെയ്യാവുന്നത് ചെയ്യുക, നമ്മളാൽ ചെയ്യാൻ കഴിയാത്തത് വേറൊരുവൻ ചെയ്യുമെങ്കിൽ അവനെ അസഹ്യപ്പെടുത്തരുത്. കർത്താവ് പറയുന്ന അവളെ വിടുക. അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ യേശു ഇവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ, ഇങ്ങനെയുള്ള പ്രവൃത്തികളെ വിട്ടുവിടുവാനുള്ള വിമർശനമല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും വിമർശിച്ചും അപമാനിച്ചും താഴ്ത്തി കളയരുത്. ഒരുവനെ നിർവീര്യപ്പെടുത്തരുത്, ഒരുവനെ അസഹ്യപ്പെടുത്തരുത്, ഒരുവനെ അപമാനിക്കരുത്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷാർഹമാണ്. ഈ പ്രമാദത്തിൽ അങ്ങനെയുള്ള ഒരു സ്പിരിറ്റ്, ഇതെല്ലാം ഒരു ഡിമോണിക് സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റിൽ, ഇങ്ങനെയൊക്കെയുള്ള സ്പിരിറ്റിൽ നിന്നാണ് നമ്മൾ വാസ്തവമായി വിടുതൽ പ്രാപിക്കേണ്ടത്. സ്വർഗം അവരെ നോക്കുന്നു. സ്വർഗം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ കർത്താവ് തിരിച്ചറിയുന്നു. അങ്ങനെയുള്ളവരുടെ ഭവനത്തിൽ ദൈവം ഒരു അനുഗ്രഹം കൊണ്ടുവരും. നാം അറിയാതെ ദൈവം അവരെ സ്നേഹിക്കുന്നു, നാം അറിയാതെ ദൈവം അവരെ കരുതുന്നു, നാം അറിയാതെ ദൈവം അവരെ ലോകത്തിൽ പ്രസിദ്ധരാക്കുന്നു, അവരെ കുറിച്ച് സാക്ഷ്യം പറയിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവിന്റെ വഴികളെ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന കരങ്ങളെ, അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന പ്രയത്നങ്ങളെ മാനിക്കുവാനും സ്നേഹിക്കുവാനുള്ളതായ വലിയൊരു ആത്മബലം നമുക്ക് ദൈവം ഈ പ്രഭാതത്തിൽ നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.